പുതിയ സർക്കാർ ചുമതലയേറ്റത് വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത്. ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നേരിട്ടെത്താൻ പറ്റിയില്ലെങ്കിലും അത് മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടു. വളരെ വൻപിച്ച ഒരു ജനാവലി അവിടെ കാണാൻ ഇടയായി. അതിൻ്റെ അർത്ഥം പുതിയ സർക്കാരിൽ ഒരു കൊടുമുടിയേക്കാൾ വലിയ പ്രതീക്ഷകളും പ്രത്യാശയുമാണ് ജനം വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജനത്തിൻ്റെ പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും അനുസരിച്ച് പുതിയ സർക്കാർ ഉയരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരത് ഉയരാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും പുതിയ സർക്കാരിന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ നേരുകയാണ്. സഭയ്ക്ക് വേണ്ടി കൂടിയാണ് അത് നേരുന്നത്. കാരണം ജനം ഒരുപാട് പ്രതീക്ഷിച്ച് സ്വീകരിച്ചിരിക്കുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ആ സർക്കാർ ജനത്തിൻ്റെ പ്രതീക്ഷകൾ മനസ്സിലാക്കി, രാജ്യത്തിൻ്റെ നിയമം മനസ്സിലാക്കി, നീതിയോടെ സത്യത്തോടെ ജനത്തെ നയിക്കാൻ ഇടയാകണം. അതവർക്ക് സാധ്യമാകുമെന്ന് കരുതുന്നു. സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളാരും മന്ത്രിസഭയിലില്ല എന്ന പരിഭവമൊന്നും ഓർത്തഡോക്സ് സഭയ്ക്ക് ഇല്ല. നിങ്ങൾ അങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ അത് കുഴക്കുന്ന ചോദ്യമാണ്. കാരണം ഇവിടെ വിവിധ സഭകളും സമുദായങ്ങളും മതങ്ങളും ധാരാളമുണ്ട്. എല്ലാ മതങ്ങളിൽ നിന്നും സമുദായത്തിൽ നിന്നും സഭയിൽ നിന്നും ഒക്കെ മന്ത്രിസഭയിൽ ആളുണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട 140 പേർക്കും അപ്പുറത്ത് ചിലപ്പോൾ ആളുകൾ മന്ത്രിസഭയിൽ തന്നെ വരേണ്ടി വരും. അതുകൊണ്ട് ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങൾ മന്ത്രിസഭയിൽ ഇല്ല എന്ന ഒരു പരിഭവമൊന്നും ഓർത്തഡോക്സ് സഭയ്ക്ക് ഇല്ല. എന്നാൽ ഓർത്തഡോക്സ് സഭയിലെ അംഗമാണ് പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മനെ ഓർത്തഡോക്സ് സഭയിലെ അംഗമായിട്ട് കാണണ്ട. എന്നാൽ ചാണ്ടി ഉമ്മന് ചില വ്യത്യസ്തതകളുള്ള ഒരു യുവ നേതാവാണ്. നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാം. യശശരീരനായ ഉമ്മൻചാണ്ടിയുടെ മകനാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ തൻ്റെ തെരഞ്ഞെടുപ്പ് ശൈലിയിലൂടെ ഒരു വൻഭൂരിപക്ഷം നേടിയെടുത്ത ഒരു യുവ നേതാവാണ്. 2.5 വർഷക്കാലം അദ്ദേഹത്തിന് ഒരു MLA സ്ഥാനം ലഭിച്ചപ്പോൾ വളരെ ഭംഗിയായി തൻ്റെ മണ്ഡലത്തെ മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിൽ പോയി പ്രവർത്തിക്കുവാനായിട്ട് അദ്ദേഹത്തിന് ഇടയായിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ വളരെ ഭംഗിയായി പ്രവർത്തിച്ച ഒരു യുവ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരുകൾ ഞങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അവസാന സമയമായപ്പോൾ എങ്ങനെയോ അത് ഔട്ടായതായി കാണുന്നു. അതിൻ്റെ കാരണം എന്താണെന്നും അറിയല്ല. അത് പൊതുജനത്തിന് പൊതുവെ ഒരു ചിന്ത ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് ചാണ്ടി ഉമ്മൻ ഇങ്ങനെ ഔട്ടായി പോയി എന്നൊരു ചിന്ത പലരും ഞങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്. സഭയ്ക്കതിൽ പരിഭവമോ ഒരു പരിവേഷമൊന്നുമില്ല. അങ്ങനെ ഒരിക്കലും ഓർത്തഡോക്സ് സഭ ഒരു നിലപാടെടുത്തിട്ടില്ല. സഭാംഗങ്ങളായവരെ തന്നെ ഉൾക്കൊള്ളണമെന്നുള്ള ഒരു നിലപാടൊന്നും ഓർത്തഡോക്സ് സഭ ഒരിക്കലും എടുത്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഒരു നേതൃസ്ഥാനത്തേക്ക് വരുന്ന ആളുകളുടെ അവരുടെ യോഗ്യതകൾ കണ്ടെടുത്ത് സ്വീകരിക്കുക എന്നുള്ളതാണ് നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് എനിക്കത് സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്. ചാണ്ടി ഉമ്മന്റെ കാര്യത്തിൽ ജനഹിതം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ഞാനിപ്പം നിൽക്കുന്നത് പുതുപ്പള്ളി മണ്ഡലത്തിലാണ്. പുതുപ്പള്ളി മണ്ഡലത്തിലെ ജനത്തിൻ്റെ ഹിതമാണ് 52,000-ത്തിലധികം വോട്ട് ഭൂരിപക്ഷം നേടി അത് വ്യത്യസ്തമായ സാധ്യത ജയിച്ചു വന്ന ഒരാളാണ്. ചാണ്ടി ഉമ്മൻ ഒരു മന്ത്രിയാകുമെന്ന് ഈ പുതുപ്പള്ളിയിലെ ജനം നല്ലതുപോലെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അവിടെ ജാതിയും മതവും വർഗമൊന്നും അതിനകത്ത് ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ്റെ കാര്യത്തിലും ജനഹിതം എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അത് വളരെ കൃത്യമായിട്ട് പാലിക്കുവാനായിട്ട് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് ഇടവന്നു. നേതാക്കന്മാർ ഭൂരിപക്ഷം പേരും അദ്ദേഹത്തെ എതിർത്തു എന്നാണ് പൊതുവേ കേട്ട റിപ്പോർട്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയാൻ മേല. പൊതുവേ കേട്ട റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ജനത്തിൻ്റെ ഹിതത്തെ വളരെ ഭംഗിയായി മാനിക്കുവാനായിട്ടൊരു ശ്രമം നടത്തിയതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ട VD സതീശൻ അവറുകൾ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നത്. അല്ലെങ്കിൽ മറ്റ് 2 പേരിൽ ആരെങ്കിലും ആകാമായിരുന്നല്ലോ. അപ്പോൾ ജനത്തിൻ്റെ ഹിതം ശരിക്ക് ചില കാര്യങ്ങളിലൊക്കെ ചിലയിടങ്ങളിലൊക്കെ പാളിപ്പോകുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. സഭയുടെ ഏറ്റവും വലിയ കൺസേൺ ആയിട്ടുള്ളത് ഈ കോടതി വിധി നടപ്പാക്കുക എന്നുള്ളത്. കഴിഞ്ഞ സർക്കാർ അത് പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ തയ്യാറായില്ല. അത് ലാഗ് വന്നത്. ഈ സർക്കാർ അക്കാര്യത്തിലൊരു തീരുമാനം പെട്ടെന്ന് നടപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് നമ്മുടെ ആഗ്രഹം തന്നെയാണല്ലോ. സഭ പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഭാരതത്തിലെ നിയമം അനുസരിച്ച് പോകണമെന്നുള്ള ഒരു സഭയാണ്. അങ്ങനെ മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ.
നീതിപീഠത്തിൽ നിന്ന് വന്നിരിക്കുന്ന വിധിന്യായങ്ങൾ അനുസരിച്ച് മാത്രം കൃത്യമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. കാരണം അതിൽ നിന്ന് വ്യത്യസ്തമായി പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത്രയും നിയമങ്ങളും നീതിപീഠത്തിലെ വിധികളൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അത് നടപ്പിലാക്കുവാൻ പറ്റാത്തതായ ഭരണകൂടങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അത് UDF ആയാലും LDF ആയാലും നീതിപീഠങ്ങളിൽ നിന്ന് വരുന്നതായ വിധിന്യായങ്ങൾ ശരിയായി മനസ്സിലാക്കി അവയോട് അതിൻ്റെ ക്രിയാത്മകതയിൽ വർത്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. രണ്ട് കൂട്ടർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനൊക്കാതെ വരുമ്പോഴാണല്ലോ നീതിപീഠങ്ങൾ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതിനെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ട് കൂട്ടർക്കും കേടുവരാത്ത രീതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്ന വിധിന്യായങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് സഭയെ സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ഇപ്പോഴത്തെ സർക്കാരിന് കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ 3 ജില്ലകളുണ്ട്, കോട്ടയം, അതുപോലെ തന്നെ ഇടുക്കി, പത്തനംതിട്ട. ഇവിടെ നിന്നൊരു മന്ത്രി, കോൺഗ്രസിന്റെ ഒരു മന്ത്രി ഇല്ല എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ മന്ത്രിയോ, ഇതൊരു മുന്നണിയാണല്ലോ. മുന്നണിയാകുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മന്ത്രി എന്നുള്ളതല്ല. നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാം, എൻ്റെ ജില്ല കോട്ടയം ജില്ലയാണ്, കൊല്ലം ജില്ലയാണ്. എൻ്റെ മണ്ഡലത്തിലെ ആള് മന്ത്രി ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. പക്ഷേ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട പോലുള്ള ജില്ലകൾ ഒരു നല്ല പങ്കും എന്ന് പറഞ്ഞാൽ 95% LDFിൻ്റെ കയ്യിലിരുന്ന മണ്ഡലങ്ങളാണ്. അതിനെ മുഴുവൻ അത്യാവശ്യം ഭംഗിയായി UDFിൻ്റെ കയ്യിലേക്ക് തിരിച്ച് ഈ മണ്ഡലങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ മന്ത്രിസഭയിലേക്കുള്ള പ്രാതിനിധ്യം വന്നിരിക്കുന്നത് ഈ 3 മണ്ഡലം കൊണ്ട് പരിശോധിക്കുമ്പോൾ ആകെ ഒരു മന്ത്രി മാത്രമാണ്. തന്നെയുമല്ല ഒരു സ്പീക്കറുമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള വലിയ മനുഷ്യർ ഒക്കെ ഒരു നല്ല മന്ത്രി പദവി അർഹിക്കുന്ന ഒരാളായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. മറ്റ് ജില്ലകൾക്കൊക്കെ കൊടുത്തിരിക്കുന്ന, വടക്കൻ ജില്ലകൾക്ക് കൊടുത്തിരിക്കുന്ന പ്രാതിനിധ്യം ഇതുപോലെയുള്ള ചില സ്ഥലങ്ങൾ വരുമ്പോൾ കാര്യമായിട്ട് കാണുന്നില്ല എന്നുള്ളത് ഒരു ബാലൻസിങ്ങിൻ്റെ പ്രശ്നങ്ങൾ അവിടെ കാണുന്നുണ്ട്. അതൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അതൊക്കെ പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ ചോദിച്ചതിൻ്റെ ഒരു മറുപടി ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പ്രതിപക്ഷമായിട്ട് LDF അല്ലാതെ BJP സഭയ്ക്കകത്തുണ്ട്. അവരുടെ ഒരു ഇടപെടലുകളൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇനി അവരിലൊരു പ്രതീക്ഷ ഉണ്ടോ? BJP ആയാലും LDF ആയാലും ജനത്തിൻ്റെ ആവശ്യങ്ങൾ കൃത്യമായി രാജ്യത്തിൻ്റെ നിയമസഭകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിനുവേണ്ടി അവർ വാദിച്ചു കഴിഞ്ഞാൽ അതിന് കൂടെ സഭ നിൽക്കും എന്നത് യാതൊരു സംശയവും വേണ്ട. BJP ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് BJP ഇപ്പോൾ അവിടെ നിന്ന് 3 പേര് നിയമസഭയിലുണ്ട്. അവർ ജനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾക്കകത്ത് നീതിയും സത്യവും ഉണ്ടെങ്കിൽ അവർ പറയുന്നത് ശരിയാണെന്ന് പറയാനുള്ള നിശ്ചയദാർഢ്യം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്കുണ്ട്. അത് LDF പറഞ്ഞാലും കൃത്യമായിട്ട് അത് ഉണ്ടാകും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് UDF പറഞ്ഞ പല കാര്യങ്ങളോടും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ക്രിയാത്മകമായി പ്രതികരിച്ചിട്ടുണ്ടല്ലോ പ്രതിപക്ഷം എന്ന നിലയ്ക്ക്. അതേ രീതിയിൽ തന്നെ ഇപ്പോൾ LDFോ BJPയോ പറയുന്ന കാര്യങ്ങൾ അത് നിയമസഭകൾക്കുള്ളിൽ നിൽക്കുന്നതും ജനത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയുള്ളതാണെങ്കിൽ തീർച്ചയായും അതിനോടൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.